നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ചെമ്മീൻസ് ജംഗ്ഷനിലാണ്. ചെമ്മീൻസ് ജംഗ്ഷൻ നമ്മളെ തോപ്പുംപടി ആ ഭാഗത്താണ്. ഇതെന്ന് പറയുന്നത് ചെമ്മീൻസ് ജംഗ്ഷൻ നേരെ പോകുമ്പോൾ പോളക്കണ്ടം മാർക്കറ്റ്. ഇവിടെ ഉള്ളൊരു ഹോട്ടലിൻ്റെ പേര് ചുള്ളിയേട്ട് നാരായണ സൺസ്. അതായത് നമ്മൾ ഈ മാപ്പിലൊക്കെ നോക്കുമ്പോൾ CNS ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കട. നമുക്ക് വില വിവരണ പട്ടികയൊക്കെ ഇപ്പോഴും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചായ 10 രൂപ കേട്ടോ. നമ്മൾ എറണാകുളത്തൊക്കെ 12 ചില സ്ഥലത്ത് 15 ചായക്കൊക്കെ നമുക്ക് ഇരിക്കാം. സോ നമ്മുടെ ചോറ്, അതേപോലെ തന്നെ ബീൻസ് തോരൻ, മത്തൻ കറി, പിന്നെ കുറച്ച് അച്ചാറ്, ഒരു ഉപ്പുണ്ട്. അതേപോലെ തന്നെ കുറച്ച് നമുക്ക് നല്ല അടിപൊളി മീൻ കറി കിട്ടിയിട്ടുണ്ട്. കുറച്ച് മീൻ കഴിക്കാം. ആദ്യം മീൻ ഒരു ചെറിയ കഷ്ണം കൊടുക്കാം. നല്ല മുള്ളുള്ള മീൻ, ചെറിയ ജസ്റ്റ് ഒരു മീൻ കറി, മീൻ സൈഡിലുള്ള $70 കേട്ടോ. പപ്പടം കൂട്ടി ചോറ്. കൊള്ളാം. മീൻകറി മാത്രമായിട്ട് കൂട്ടി ചോറ് കഴിക്കാനേ അതൊക്കെ കഴിച്ചു. നമ്മൾ സാമ്പാർ ഒഴിക്കണാണ്. മതി സാമ്പാർ. ഇച്ചിരി പൊടിക്കും കൂട്ടി വെച്ചോ. ആ മോര് വേണ്ട, ഇപ്പൊ വേണ്ട, ലാസ്റ്റ് മതി. ഞാൻ നമ്മുടെ സ്പെഷ്യൽ എത്തിക്കായി. അപ്പോൾ 70 രൂപയുടെ ചോറ്. ബീഫ് റോസ്റ്റിന് എത്രയാണ് വെച്ചിട്ടാ. ബീഫ് റോസ്റ്റ് ഞങ്ങൾ 110 രൂപ എപ്പോഴും കഴിക്കാറുള്ളൂ. അടിപൊളി ബീഫ്. നമുക്ക് ബീഫ് റോസ്റ്റും ചോറും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചു നോക്കാം. പപ്പടം നല്ല ക്രിസ്പി പപ്പടം. ഇപ്പോൾ പൊരിച്ചാൽ തോന്നുന്നു. സാധാരണ ചില കടകളിൽ പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാതെന്ന് പറയും, ഇവിടെ ഈ പപ്പടം വെച്ച് തണുപ്പിച്ച് കളയും. എന്താ ചോറ്. ബീഫ് ഇച്ചിരി ഹാർഡാണ്. ബീഫ് ഇറച്ചി ഇത്തിരി ഹാർഡാണ്. ഇച്ചിരി ഇറച്ചി ഹാർഡാണ്, പക്ഷെ കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി ബീൻസ് എടുക്കാം. നല്ല ബീൻസ്, ഇത് പപ്പടം, മത്തൻ കറി എടുക്കാം. കുറച്ചൊരു പൊടിക്കച്ചാർ, പൊടിക്ക് ഇതെല്ലാം കൂടി കൂട്ടാം. ഞാൻ ഇറച്ചി വെച്ചിട്ടില്ല, പച്ചക്കറീസ് മാത്രം കണ്ടോ. കരിവേപ്പില, കരിവേപ്പില. ഇത് മത്തൻ കറിയും പയറാണ്, പയറുകറിയാണ് ശരിക്കും. ബീൻസ് എന്തായാലും കൊള്ളാം. സാമ്പാറൊക്കെ ഒരു ആവറേജ് സാമ്പാറാണ്. വലിയ ഭയങ്കര കുമ്മുന്നുള്ള സാമ്പാറല്ല. ശരി കേട്ടോ. എനിക്ക് ബീൻസും അതേപോലെ തന്നെ ബീൻസ് തോരനാണിത് ഇഷ്ടമാണ്. കുറച്ച് ഉപ്പുണ്ട്, പക്ഷെ എന്നാലും കുറച്ചിരിക്കട്ടെ. കണ്ടോ ബീഫ് ഉണ്ടോ, കണ്ടോ ബീഫ് കട്ടിയുണ്ടോ. കണ്ടോ സാധാരണ ഇത്തിരി സോഫ്റ്റ് ആയിരിക്കും, നല്ല കട്ടിന്. ഇത്തിരി നിരടിയിട്ട് പോലും നല്ല കട്ടിയുണ്ട് ബീഫിന്. അടുത്ത ഓക്കെ മതി ചേട്ടാ. അപ്പോൾ നമുക്ക് ആ റീഫിൽ ചെയ്ത് തന്നിട്ടുണ്ട്. സാമ്പാറും ബീഫിൻ്റെ ടേസ്റ്റ് അവർ കിടലാൻ ടേസ്റ്റ് തന്നെ. ഞാനുണ്ടല്ലോ സാമ്പാർ കൂട്ടിയിട്ട് അതിൽ കുറച്ച് ബീഫും കൂടി മിക്സ് ചെയ്ത് അടിപൊളി ടേസ്റ്റ്. കൊള്ളാം. ഇനി നമുക്ക് ബീഫ് മൊത്തമായിട്ട് എടുത്ത് കൂട്ടാം. ബീഫ് മൊത്തമായിട്ട് എടുക്കാം കഴിച്ചത്. നല്ല കൊഴുപ്പെല്ലാം ഉണ്ട്. ഇല്ലേ, വെള്ളച്ചോറിൻ്റെ അതിലേക്ക് ഇടാം.
വെള്ളച്ചോറിലേക്ക് ഇടാം. ഞാനിപ്പം വെള്ളച്ചോറിൽ മൊത്തം ബീഫ് മിക്സ് ചെയ്തു. ഇനി നമുക്ക് കഴിക്കാം. കൊള്ളാം. ചോറിന് കൈ എടുക്കാൻ തോന്നുന്നില്ല സുഹൃത്തുക്കളെ. നല്ല അടിപൊളി, നല്ല കറക്റ്റ് വേവ് ചോറ്. നിങ്ങൾ കണ്ടോട്ടെ, കറക്റ്റ് കണ്ടോ, അരിമണികൾ കണ്ടോ, നല്ല കറക്റ്റ് വേവ്. എനിക്ക് കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ചോറ് ഇഷ്ടമല്ല. അല്ലേ, ചെറിയ എരിവുണ്ട്. ചെറിയ എരിവ് എനിക്ക് വലിയ എരിവാണ്. നിങ്ങൾക്ക് സുഹൃത്തുക്കളെ, എനിക്ക് എരിവ് തീരെ സഹിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. കാര്യമുണ്ട്, തീരെ എരിവ് എനിക്ക് സഹിക്കാൻ പറ്റില്ല.